കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകൻ അമ്മയെ കൊലപ്പെടുത്തിയത് സ്വത്ത് തർക്കത്തെ തുടർന്നാണ് എന്നാണ് വിവരം. വീടും സ്ഥലവും തന്റെ പേരിലേക്ക് എഴുതിത്തരാൻ പ്രതി മെൽവിൻ ആവശ്യപ്പെട്ടു. ഇതിന് വഴങ്ങാതിരുന്നതാണ് കൊലപാതകത്തിന് കാരണമായത് എന്നാണ് പോലീസ് പറയുന്നത്. അടിയേറ്റ് ഫിൽഡ മരിച്ചെന്ന് കരുതിയാണ് കത്തിച്ചത് എന്നാണ് പ്രതി മകൻ മെൽവിൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ്. അരുൺ, എന്താണ് ഈ പ്രതിയുടെ മൊഴി? എന്താണ് അരുൺ? ഇന്നലെ ഉടുപ്പി ജില്ലയിലെ കുന്താപുരയിൽ നിന്നാണ് ഈ പ്രതി മെൽവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പ്രതി പോലീസിനോട് പറഞ്ഞത് ഹിൽഡയെ അടിച്ചു കൊന്നു എന്നുള്ളതാണ്. അത് വിറകുപയോഗിച്ച് പട്ടിക ഉപയോഗിച്ച് അടിച്ചു കൊന്നു. അടി കൊണ്ട ശേഷം ഈ ഹിൽഡ അമ്മ മരിച്ചു എന്ന് കരുതി കത്തിച്ചു എന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് മൊഴി നൽകിയത്. അതിന് കാരണമെന്ന് പറയുന്നത് വീടും സ്ഥലവും തൻ്റെ പേരിലേക്ക് എഴുതിത്തരാൻ പ്രതി മെൽവിൻ നിരന്തരമായി ഹിൽഡയോട് പറഞ്ഞിരുന്നു. അതിന് ഹിൽഡ തയ്യാറായില്ല. ഈ പ്രതിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, കല്യാണം കഴിക്കണം, ഗൾഫിലേക്ക് പോകണം. പക്ഷേ ഈ 2 ലക്ഷ്യത്തിനും ഹിൽഡ എതിര് നിന്നു. അതിന് പണം ഉണ്ടാക്കണം. ആ പണം വീടും സ്ഥലവും ബാങ്കിൽ പണയം വെച്ചതിന് ശേഷം പണം വാങ്ങാമെന്നായിരുന്നു ഈ പ്രതിയുടെ ഒരു മനസ്സിലിരിപ്പ്. പക്ഷേ അതിന് അമ്മ സമ്മതിച്ചില്ല എന്നാണ് ഇപ്പോൾ പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ഈ ലൊലീറ്റയ്ക്ക് നേരെ എന്തിന് അക്രമം നടന്നു എന്നത് പോലീസ് ചോദിച്ചു. ആ ഘട്ടത്തിൽ പ്രതി പോലീസിനോട് പറഞ്ഞത് ലൊലീറ്റ ഈ അമ്മയെ പിന്തുണച്ചു, അതുകൊണ്ട് ലൊലീറ്റയും അടിയേറ്റ് മരിച്ചു എന്ന് കരുതി കത്തിച്ചതാണ് എന്നാണ് ഈ മകൻ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയാണ്. അതിൽ ഇപ്പോൾ പ്രതി കുറ്റം സമ്മതിക്കുന്നു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യവും പ്രതി സ്ഥിരീകരിക്കുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.